മൻകെ ഫോലെ ഫാലെ ബാദൽ. മൻകെ ഫോലെ ഫാലെ ബാദൽ എന്നാൽ മനസ്സിലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്ലൗഡ്സിനെ കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. ഫോലെ ഫാലെ എന്നാൽ ഇന്നസെൻ്റ്, ബാദൽ എന്നാൽ ക്ലൗഡ്. പോയറ്റ് കൽപ്പന സിംഗിൻ്റെ മനസ്സിലെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്ലൗഡ്സിനെ കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. ചബ്ബർ ജബ്ബർ ബാലോം വാലേ ഗുബ്ബാരെ സെ ഗാലോം വാലേ ലഗേ ദൗഡിനെ ആസമാനുമേ ചൂം ചൂം ഘർ കാലേ ബാദൽ. ചബ്ബർ ജബ്ബർ എന്നാൽ നല്ല തിക്കായിട്ടുള്ള കേർലി, ബാലു വാല എന്നാൽ ബാലു എന്നാൽ ഹെയർ, നല്ല തിക്കായിട്ടുള്ള കേർലി ഹെയറുള്ള മേഘങ്ങൾ. ഗുബ്ബാരെ സെ ഗാലോം വാലെ, ഗുബ്ബാരെ എന്നാൽ ബലൂൺ പോലെ, ഗാലോ എന്നാൽ കവിളുകൾ, നല്ല ബലൂൺ പോലെ തടിച്ച കവിളുകളുള്ള മേഘങ്ങൾ. ലഗേ ദൗഡിനെ ആസമാനുമേ, ഈ മേഘങ്ങൾ എന്ത് ചെയ്യുകയാണ്? ആകാശത്തിൽ ഓടിക്കളിക്കുകയാണ്. ഛൂം ഛൂം ഘർ കാലേ ബാദൽ. ഛൂം ഛൂം എന്നാൽ ഡാൻസ്, നല്ല ആടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലേ ബാദൽ, കാലേ എന്നാൽ കറുത്ത മേഘങ്ങൾ. ജബ്ബർ ജബ്ബർ ബാലോം വാലേ ഗുബ്ബാരെ സെ ഗാലോം വാലേ ലഗേ ദൗഡിനെ ആസമാനുമേ ചൂം ചൂം ഘർ കാലേ ബാദൽ. നല്ല തിക്ക് ഹെയറുള്ള മേഘങ്ങളാണ്, നല്ല ബലൂൺ പോലെ തടിച്ച കവിളുകളുള്ള മേഘങ്ങളാണ്. അതുപോലെ ആകാശത്തിൽ ഓടിക്കളിക്കുകയാണ് മേഘങ്ങൾ, ഡാൻസ് കളിക്കുന്ന കറുത്ത മേഘങ്ങൾ. അങ്ങനെയാണ് ഈ പോയത്തിൽ കൽപ്പന സിംഗ് മേഘങ്ങളെക്കുറിച്ച് പറയുന്നത്. കുച്ച് ജോക്കർ സെ തോന്ത് ഫുലായേ കുച്ച് ഹാത്തി സെ സൂണ്ട് ഉടായേ കുച്ച് ഊണ്ടോം സെ കോബട്ട് വാലേ കുച്ച് പരിയോം സെ പങ്ക് ലഗായേ കുച്ച് ജോക്കർ സെ തോന്ത് ഫുലായേ. കുച്ച് ജോക്കർ സെ, കുറച്ച് മേഘങ്ങൾ എങ്ങനെയാണ്? ജോക്കറിനെ പോലെ തോന്ത് ഫുലായേ, തോന്ത് എന്നാൽ വയറ്, ഫുലായ എന്നാൽ വീർപ്പിച്ചത്. കുറച്ച് മേഘങ്ങൾ എങ്ങനെയാണ്? ജോക്കറിനെ പോലെ വയറ് വീർപ്പിച്ചതാണ്. കുച്ച് ഹാത്തി സെ സൂണ്ട് ഉടായേ, കുറച്ച് മേഘങ്ങൾ ഹാത്തിയെ പോലെ, ഹാത്തി എന്നാൽ എലിഫൻറ്റ്, എലിഫൻറ്റിനെ പോലെ. സൂണ്ട് എന്താണ്? ട്രങ്ക്, അതിൻ്റെ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചവയാണ്. കുച്ച് ഓണ്ടോം സെ കൂബഡ് വാലെ, കുറച്ച് മേഘങ്ങൾ ഒട്ടകത്തെ പോലെ ഹമ്പ് ഉള്ളവയാണ്. കുച്ച് പരിയോം സെ പങ്ക് ലഗായേ, കുറച്ച് മേഘങ്ങൾ എങ്ങനെയാണ്? പരിയോം സെ, പരി എന്നാൽ എന്താണ്? മാലാഖ, മാലാഖയെ പോലെ ചിറകുള്ളവയാണ്. കുച്ച് ജോക്കർ സെ തോന്ത് ഫുലായേ കുച്ച് ഹാത്തി സെ സൂണ്ട് ഉടായേ കുച്ച് ഊണ്ടോം സെ കൂബട്ട് വാലേ കുച്ച് പരിയോം സെ പങ്ക് ലഗായേ. കുറച്ച് മേഘങ്ങൾ ജോക്കറിനെ പോലെ വയറ് വീർപ്പിച്ചവയാണ്. കുറച്ച് മേഘങ്ങളാണെങ്കിലോ ആനയെപ്പോലെ തുമ്പൊക്കെ ഉയർത്തിപ്പിടിച്ചവയാണ്. കുറച്ച് മേഘങ്ങൾ ഒട്ടകത്തെ പോലെ ഹമ്പുള്ളവയാണ്. അതുപോലെ കുറച്ച് മേഘങ്ങൾ മാലാഖമാരെ പോലെ ചിറകുള്ളവയാണ്. ആപ്പസ് മേ ഡഗരാത്തെ രഹ് രഹ് ഷേരോം സെ മത് ബാലേ ബാദൽ. ആപ്പസ് മേ ഡഗരാത്തെ രഹ് രഹ്, രഹ് രഹ് എന്നാൽ ഇടയ്ക്കിടയ്ക്ക്. ഇവ തമ്മിൽ എന്താണ്? ഡഗരാത്തെ എന്നാൽ കൂട്ടിമുട്ടുക. ഈ മേഘങ്ങൾ എന്താണ്? തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടാറുണ്ട്. ഷേരോം സെ മത് വാലേ ബാദൽ. ഷേർ എന്നാൽ സിംഹം, സിംഹത്തെ പോലെ. മത് വാലെ എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുന്ന, സിംഹത്തെ പോലെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ചെയ്തുകൊണ്ടാണ് മേഘങ്ങൾ ആകാശത്ത് നടക്കുന്നത്. കുച്ച് തോ ലഗ്തേ ഹേ തൂഫാനി കുച്ച് രഹ് രഹ് കർത്തേ ശൈത്താനി കുച്ച് അപ്നെ ദൈലീം സെ ചുപ്കെ ഛർ 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 ബർസാത്തേ പാനി. കുച്ച് തോ ലഗ്തേ ഹേ തൂഫാനി, കുറച്ച് മേഘങ്ങൾ എന്തു ചെയ്യുന്നു? കൊടുങ്കാറ്റുണ്ടാക്കുന്നു. തൂഫാനി എന്നാൽ കൊടുങ്കാറ്റ്. കുച്ച് രഹ് രഹ് കർത്തേ ശൈത്താനി, കുറച്ച് മേഘങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, ശൈത്താനി എന്നാൽ ഭീകരമായ പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുന്നു. കുച്ച് അപ്പനെ ദൈലീസെ ചുപ്കെ ഛർ 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 ബർസാത്തെ പാനി, കുറച്ച് മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ദൈലി എന്നാൽ ബാഗ്, ബാഗിൽ ഒളിപ്പിച്ച് വെച്ച, ചുപ്കെ എന്നാൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, ബാഗിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ച എന്താണ്? വെള്ളമെടുത്ത് ഛർ 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 ബർസാത്തെ പാനി, ഛർ 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 എന്നാൽ എന്താണ്? സ്പ്രിങ്കിൾ ചെയ്യുന്നു, ഇങ്ങനെ തളിക്കുകയാണ്, മഴ വെള്ളം ഇങ്ങനെ തളിക്കുകയാണ് കുറച്ച് മേഘങ്ങൾ. നഹി കിസി കെ സുൻദേ കുച്ച് ഭി ഢോലക് ഢോൽ ബജാത്തെ ബാദൽ. നഹി കിസി കി സുൻദേ കുച്ച് ഭി, ഈ മേഘങ്ങൾ ആരും പറയുന്നതൊന്നും കേൾക്കാറില്ല. ഢോലക് ഢോൽ ബജാത്തെ ബാദൽ. ഢോലക് എന്താണ്? ഢോലക്ക്
ഇങ്ങനെ കൊട്ടുന്നത് പോലെ, ഡോലക്ക് കൊട്ടുന്നത് പോലെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? മേഘങ്ങൾ എന്താണ്? കൂട്ടിമുട്ടുമ്പോൾ ഇടി മുഴക്കമുണ്ടാകുന്നു. അതിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. ഡോലക് ഡോൽ ബജാത്തെ ബാദൽ. ഇങ്ങനെ ഡോലക്ക് കൊട്ടുന്നത് പോലുള്ള ശബ്ദമുണ്ടാക്കുന്നു. രഹ് രഹ് കർ കർ छत पर आ जाते, रह रह कर छत पर आ जाते, फिर चुपके ऊपर उठ जाते, कभी कभी जिद्दी बन करके भांड नदी नालों में लाते, रह रह कर छत पर आ जाते. ഇടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യും? ഛത്ത് എന്നാൽ മേൽക്കൂര, മേൽക്കൂരയിലേക്ക് വരാറുണ്ട്. ഫിർ ചുപ്കെ ഊപ്പർ ഉഡ് ജാത്തെ. പിന്നീട് എന്തു ചെയ്യും? ചുപ്കെ ഒളിച്ച് മുകളിലേക്ക് തന്നെ പോകും. കഫി കഫി ജിദ്ദി ബൻ കർക്കെ ബാണ്ട് നദി നാലോമ്യം ലാത്തെ. ഇടയ്ക്കിടയ്ക്ക് സിദ്ധി ബൻ കർക്കെ ശാഠ്യം പിടിച്ച് വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാണ്ട് നദി നാലോമ്യം ലാത്തെ. ബാണ്ട് എന്നാൽ ഫ്ലഡ്, നദി നാലോം നദികളിലും, നാലോം അരുവികളിലും, റിവേഴ്സിലും സ്ട്രീംസിലൊക്കെ എന്തുണ്ടാക്കും? ഫ്ലഡ് ഉണ്ടാക്കും. ഫിർഫി ലഗ്ത്തെ ബഹുത്ത് ഫലേ ഹേ മൻ കി ഫോലെ ഫാലെ ബാദൽ. ഫിർഫി ലഗ്ത്തെ ബഹുത് ഫലേ ഹേ. എന്നിട്ടും എന്താണ് തോന്നുന്നത്? ബഹുത് ഫലേ ഹേ, നല്ല മേഘങ്ങളാണെന്ന് തോന്നുകയാണ്. മൻ കെ ഫോലെ ഫാലെ ബാദൽ, മനസ്സിൻ്റെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മേഘങ്ങളായിട്ട് തോന്നുകയാണ്.